ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ഇംഗ്ലീഷ് പബ്ലിക് എക്സാം ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വരാൻ ചാൻസുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സാധാരണ 6 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോമൽ ആൻഡ് ഇൻഫോമൽ ലെറ്റർ. ആദ്യം എന്താണ് ഫോമൽ ആൻഡ് ഇൻഫോമൽ എന്ന് മനസ്സിലാക്കാം. അതായത് ഫോമൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് പരമായ ലെറ്റർ, അതിനാണ് എന്തെന്ന് പറയുക, ഫോമൽ ലെറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ +1 സാധാരണ വരാറുണ്ട് ലെറ്റർ ടു എഡിറ്റർ അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. അതാണ് ഫോമൽ ലെറ്റർ. ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്, ഫാമിലീസ് ഇവർക്ക് എഴുതുന്ന ലെറ്ററാണ് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുക കേട്ടോ. ശരിക്കും എക്സാമിന് പ്രിപ്പയർ ഫോമൽ ലെറ്റർ അല്ലെങ്കിൽ പ്രിപ്പയർ ഇൻഫോമൽ ലെറ്റർ അങ്ങനെയല്ല ഇവർ ശരിക്കും നമുക്ക് എന്ത് വരും, റൈറ്റ് എ ലെറ്റർ ടു എഡിറ്റർ അല്ലെങ്കിൽ പ്രിപ്പയർ എ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫോമൽ ലെറ്റർ നമുക്ക് ഏതൊക്കെ വരാൻ ചാൻസ് നോക്കും. അതായത് ലെറ്റർ ടു എഡിറ്റർ ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് ഫോമൽ ലെറ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊരു ലെറ്റർ ടു എഡിറ്റർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയ ഒരു സിമ്പിളായ ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതേപോലെ തന്നെ ഫോമൽ ലെറ്റർ വരുന്ന മറ്റൊരു ലെറ്ററാണ് നമുക്ക് ഏത്, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. ശരിക്കത് +2 ക്വസ്റ്റ്യനാണ്. നമുക്കും ഒരുപക്ഷെ വരാൻ ചാൻസ് ഉണ്ട്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഫോമൽ ലെറ്റർ നിങ്ങൾ ഈ രണ്ട് ലെറ്ററിൻ്റെയും ഫോമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. കാരണം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്. പിന്നെ അടുത്തതാണ് ഇൻഫോമൽ ലെറ്റർ. ഓക്കെ, ഇൻഫോമൽ ലെറ്റർ നമുക്കറിയാം, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ് ഇവർക്ക് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ്ങും നല്ലൊരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ട്. അത് രണ്ടും ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അപ്പോൾ മൊത്തം 3 വീഡിയോ ഇടുന്നുണ്ട്. ഫോമൽ ലെറ്ററിൽ ഏതൊക്കെ വരുന്നുണ്ട്, ലെറ്റർ ടു എഡിറ്റർ, അതേപോലെ തന്നെ നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം, പിന്നെ അതേപോലെ തന്നെ ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.